പാകിസ്ഥാൻ അങ്ങനെ നോക്കിയാൽ ലക്കിലി ഒരു പാറ്റേൺ നമുക്ക് ബിഗിനിങ് മുതൽ തന്നിട്ടുണ്ട്. മിലിറ്ററി റൂൾ, സിവിൽ റൂൾ, മിലിറ്ററി റൂൾ, അങ്ങനെ അത് ഓൾട്ടർനേറ്റ് ചെയ്ത് ഇതുവരെ വന്നിരിക്കുന്നത്. പ്രോബബ്ലി ഇപ്പം അടുത്ത മിലിറ്ററി റൂളിൻ്റെ സമയമായി കാണും, പറയാൻ പറ്റില്ല. അപ്പോൾ ഫണ്ടമെൻ്റലി അവരുടെ ആ ബിഹേവിയർ ഹസ് നോട്ട് ചേഞ്ച്. ബാക്കി നമ്മൾ റോഗ് നേഷൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് ടെർമിനോളജി, റൈറ്റ്? സമ്മൺ ഹൂസ് ഇപ്പോൾ അവരുടെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ, ദാറ്റ് നോ വി വർ സപ്പോർട്ടിങ് ടെററിസ്റ്റ് ഫോർ അമേരിക്കൻസ് എന്ന് പറഞ്ഞ് അത് പുള്ളിയാണ് ഖ്വാജ ആസിഫ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് എവരിബഡി ന്യൂ ആൻഡ് ഐ റിയലി ലൈക്ഡ് ശശി തരൂർസ് example in this. He said that there is a serial killer who has done 22 killings, so 23rd killing naturally will suspect him. I mean, what a wonderful formulation by Dr. Shashi Tharoor. അപ്പോൾ ഇവരുടെ പാസ്റ്റ് നോക്കിയാൽ the present is not changed much. It is just a bit of intensity with which Asim Munif spoke in that military passing out parade speech and all that thing, convocation speech. അത് ഇറ്റ് ഇസ് റഫ്ലി ടു ദ സെയിം പാറ്റേൺ, നത്തിങ് മച്ച് ഹസ് ചേഞ്ച്. നമ്മൾ റോഗാണെന്ന് വിളിച്ചാലും ഇല്ലെങ്കിൽ റോഗാണ് നമുക്കറിയാം. How professional, integrated and cohesive is the Pakistani defense force? Among themselves, within or outside? Yeah, compared to other forces. Like, how would you rate them? Like, Army versus their Navy and Air Force. Cohesive ആണോ, integrated ആണോ, അതോ splitted command ആണോ? Like, എനിക്ക് ശരിക്കും എനിക്ക് ഫുൾ അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന കാര്യം പറയാം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ, എനിക്ക് അതിന് പ്രൂഫൊന്നുമില്ല. ഒന്ന് ഓഫ്കോഴ്സ് ദി മിലിറ്ററി ഇങ്ക് എന്ന് പറഞ്ഞ ലെറ്റർ ബുക്ക് പുള്ളിക്കാരിയുടെ എന്താണ് ഐഷ സിദ്ദിഖയുടെ മിലിറ്ററി ഇങ്ക് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, INC, വിച്ച് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പാകിസ്ഥാനി ആർമി ടുഡേ കൺട്രോൾസ് അബൌട്ട് 60% ഓഫ് പാകിസ്ഥാൻസ് എക്കോണമി. പാൽ കച്ചവടം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ പാകിസ്ഥാൻ ആർമിയാണ്. ഓക്കെ, നൗ ഞാൻ ബ്രിട്ടീഷിൻ്റെ കഥയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു, കോർ ജോബ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമ്മൾ മറ്റ് കാര്യങ്ങളോട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡൈല്യൂട്ട് യുവർ കേപ്പബിലിറ്റീസ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. അപ്പോൾ അവർ അവരുടെ അതെല്ലാം ബിസിനസ് ഒരു കോർണർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിസിനസ് കോർണർ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് എപ്പോഴും നമ്മൾ നാച്ചുറലി അതിനകത്ത് ലീക്കേജസ് ഉണ്ടാവും. ആൻഡ് ഇൻഡിവിജ്വൽസ് വിൽ അവർ പ്രോഫിറ്റ് ചെയ്യും. പിന്നെ എന്തുമാത്രം അവർ എയർഫോഴ്സുമായിട്ട് ലിങ്ക്ഡാണ്, ആർമി നേവിയുമായിട്ട് ലിങ്ക്ഡ് ആണെന്നുള്ള ഐ റിയലി ഡോണ്ട് ഹാവ് ദ ഫാക്ട്സ്. പക്ഷേ ഒരു ന്യൂസ് കേട്ടിട്ടുള്ളത് കാർഗിൽ വാർ, അത് കളിയാക്കി പറയുന്നതായിരിക്കാം, കാർഗിൽ യുദ്ധം തുടങ്ങിയപ്പോഴാണ് നേവി ചീഫ് അറിഞ്ഞതെന്ന് ഇങ്ങനൊരു യുദ്ധം ഉണ്ടെന്ന്. ദാറ്റ് ഐ ഹേർഡ് ദിസ്, ദാറ്റ് മുഷറഫ് ഒൺലി ഹാഡ് എ കോർ കമാൻഡേഴ്സ് മീറ്റിംഗ്. 41 അങ്ങാണ്ട് ഒരു കോർ കമാൻഡേഴ്സ് ഉണ്ട്, അവരുടെ കോർ കമാൻഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ മാത്രമാണ് പറഞ്ഞല്ലാതെ നേവി ചീഫ് പോലും പറഞ്ഞില്ല കാർഗിൽ തുടങ്ങി എന്നുള്ളത്. സോ അവൻ അത്രേ ഉള്ളൂ. എനിക്ക് അല്ലാതെ അതിൽ കൂടുതൽ ഐ ഡോണ്ട് നോ ടു റിയലി കമൻറ്റ് ഓൺ ദിസ്. ഈ ട്രൈബലൈസേഷൻ ഈ പാകിസ്ഥാൻ അത് ഡെഫിനറ്റ്ലി അത് ഞാൻ ഏഷ്യാനെറ്റിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ കൺട്രി ദാറ്റ് ഷുഡ് ഹാവ് കം ടുഗദർ ആക്ച്വലി. ഉറുദു ആണ് അവരുടെ നാഷണൽ ലാംഗ്വേജ്. പക്ഷേ അവിടെ ഉള്ള ആരും 1947 മുമ്പിൽ ഉറുദു പറഞ്ഞിരുന്നില്ല. അവിടെ സിന്ധി പറഞ്ഞു, പഷ്തൂൺ പറഞ്ഞു, പഞ്ചാബി പറഞ്ഞു, ബലോച്ച് ലാംഗ്വേജ് പറഞ്ഞു. കറക്റ്റ്. ഉറുദു എന്നുള്ളത് നമ്മുടെ UP നിന്നും ബീഹാറിൽ നിന്നും ഡൽഹി, ഹരിയാന ആ ഏരിയയിലെ ലാംഗ്വേജാണ്. ആ ലാംഗ്വേജാണ് അവിടെ പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആർക്കും പാകിസ്ഥാനൊന്നും വേണ്ടായിരുന്നു. ഇവരവിടെ പോയി പാകിസ്ഥാൻ ഉണ്ടാക്കുന്നു ആൻഡ് ദേ ടേക്ക് പവർ. ആ പവറിനെ ഹോൾഡ് ഓൺ ചെയ്യണമെങ്കിൽ രണ്ട് വഴി വന്നു. ഒന്നൊരു കോമൺ എനിമി വേണം, അതായിരുന്നു ഇന്ത്യ നമ്മളെ എപ്പോഴും വിഴുങ്ങും എന്നുള്ള ഒരു ഇത് ഞങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ. പിന്നെ അവർക്കൊരു ലെജിറ്റിമസി കൊടുക്കാനും ആൾക്കാരെ ബൈൻഡ് ചെയ്യാനായിട്ടും റെസ്റ്റ് റിലീജിയസ് ആക്ടിവിറ്റീസ് അവർ ഫ്രീഡം കൊടുത്തു. ഇതൊക്കെ വെൽ ഡോക്യുമെൻറ്റഡ് ആണ്. അവർ ഫ്രീഡം കൊടുത്തു റിലീജിയസ് ആക്ടിവിറ്റീസിന്. ഓക്കെ, യു ഡു വാട്ട് എവർ യു വാണ്ട് ആൻഡ് വി ജസ്റ്റ് കീപ്പ് ഇറ്റ്. സൗദി അറേബ്യയിൽ നടന്ന പോലെ തന്നെ ഒരുവിധം. അപ്പോൾ ആൻഡ് സോ ദേ ഹാവ് ദെയർ മിലിറ്ററി ഹാസ് ഗോട്ട് ദി ഇവരുടെ സപ്പോർട്ട് ആൻഡ് അവർ ദേ റൂൾ ദ റൂസ്റ്റ്. ആൻഡ് ആസ് ലോങ് ആസ് ഇന്ത്യ ഇസ് ദെയർ ഇസ് എൻ എനിമി, their existence is validated and there is no option for the country but to rally behind them. Right. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇൻസിഡന്റും ഇപ്പോൾ പാൽഗാമിൽ സംഭവിച്ചത് it could be definitely, not definitely, I won't say that. I say it is definitely rallied them behind the army. Right. Maybe not a good thing for us. അപ്പം അവിടെ ആ ഡിവൈസീവ്നെസ് ഇപ്പോഴും ഉണ്ട്, അറിയാം. ബലൂച്ചിൻ്റെ ലിബറേഷൻ ആർമി ഉണ്ട്, സിന്ധിൻ്റെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് പണ്ട് പോലുള്ളതാണ്. ആൻഡ് പഷ്തൂൺസിൻ്റെ ദ ഇഷ്യൂ. പഷ്തൂൺസ് ആയിരുന്നു ആർമിയിലെ ഒരു നല്ല മെജോറിറ്റി. ആൻഡ് ഇമ്രാൻഖാൻ അവരുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വന്നത് അവരെ ഒത്തിരി എയ്ഡ് ചെയ്തു.
പക്ഷേ ആ ട്രൈബൽ അനിമോസിറ്റീസ് വിത്തിൻ ദി ആർമി ഉണ്ട് അവിടെ, ഡെഫിനറ്റ്ലി ഉണ്ട്. And that may actually be there. And finally the Punjabis have their own culture. Going back to you said operation, നേരത്തെ പറഞ്ഞില്ലേ ഓപ്പറേഷൻ സിന്ദൂർ is on pause. അപ്പോൾ അതിനിടയിൽ there was a lot of misreporting, അല്ലെങ്കിൽ ഇങ്ങനെ കറാച്ചി പോർട്ട് അറ്റാക്ക് ചെയ്തു, ബ്ലാസ്റ്റ് നടന്നു അങ്ങനെയൊക്കെ. But subsequently, Vice Admiral Pramod sir, he had made a statement, very tough statement, where he said Navy's actions are part of to quote him, an escalation ladder mechanism. And then he said, now if Pakistan does something, they know what will happen. So could you elaborate on how how that mechanism works? പ്രമോദ് പ്രമോദിനെ അറിയുള്ളൂ, എനിക്കറിഞ്ഞില്ല. പ്രമോദ് ഞാനും സെയിം ജോബ് ചെയ്തതാണ്, ഞങ്ങളുടെ സെയിം ഹെലികോപ്റ്ററിൽ സെയിം ജോബ് ചെയ്തതാണ്. ബട്ട് ഐ റിയലി കാൺ സേ ദാറ്റ്. പക്ഷേ ഇതേ ഉള്ളൂ, നമുക്ക് ലുക്ക് അറ്റ് ദി ജോഗ്രഫിക്കൽ റിയാലിറ്റീസ് ഓഫ് പാകിസ്ഥാൻ. ആൻഡ് ദ പാകിസ്ഥാൻ നേവി ഹസ് ഗോട്ട് എ പ്രോബ്ലം. കാര്യം അവർ ഫ്രം ജോഗ്രഫി ആ മക്രൻ കോസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു 500 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഞാൻ ഇത് എൻ്റെ ഒരു റിട്ടൺ ആർട്ടിക്കിളുണ്ട്. ഞങ്ങൾ സീക്കിംഗ് 42Bs 1980s 90s ഫ്ലൈ ചെയ്യുന്ന കാലത്ത് ഒരു സീക്കിംഗ് ഹെലികോപ്റ്ററിൻ്റെ റേഡാറിൻ്റെ റേഞ്ച് വാസ് അബൌട്ട് easily about 200 miles, 400 kilometers one way. And so that's so you can see one helicopter poised in the middle of the Makran coast away could actually cover the entire Makran coast. So with that kind of capabilities, North Arabian Sea becomes a pond for that kind of capability, right? Appo this I'm talking about the 80s, 88 to say 95, 96, when I was flying the Seeking helicopters. And things would have only improved. Things would have definitely improved only. And then, of course, we were improved our standoff capability, the BrahMos missiles. There are other weapons. There are various modes of delivery. So probably when Pramod said that he had in mind various levels of reaction, I really won't make a hazard a guess beyond that. You can say like we have total domination maritime. Yeah, we can. There is something called when the Navy fights, the Navy does something called maritime domain awareness. It builds, because in the unlike for the Army and the Air Force, even a patti on the other side of the border is a Pakistani patti. You know that. So അതിന് കല്ലെറിഞ്ഞാലും അപ്പോൾ പാകിസ്ഥാനി പട്ടിയെ കൊള്ളാം. പക്ഷേ കടലിൽ അങ്ങനെയല്ല. കടലിൽ ആർക്ക് എവിടെ വേണേ പോകാം. ഇന്ന് ഒരു അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നമ്മുടെ നോർത്ത് അറേബ്യൻ സീയിൽ ഒരു 100 ഫോറിൻ കപ്പലുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ദൂരെ നമ്മൾ ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ISR എന്ന് പറഞ്ഞ സാധനമുണ്ട്. ISAR എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അതിൽ യു ക്യാൻ ഗെറ്റ് ദി സിലറ്റ് ഓഫ് ദ ഷിപ്സ്, ഷേപ്പ് ഓഫ് എ ഷിപ്പ് 150 miles away. നത്തിങ് ദറ്റ്സ് ബിഗ്. അത് പക്ഷേ ഇത് കിട്ടിയാൽ അതൊരു ഫ്രിഗേറ്റ് ആണോ ഒരു ഡിസ്ട്രോയർ ആണോ അത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു കൊറിയൻ ഷിപ്പാവാം, അതൊരു ഏത് കൺട്രിയുടെയും ഷിപ്പാവാം, പറയാൻ പറ്റില്ല. എത്ര കൺട്രീസിന് ഇവിടെ ഉണ്ട്. പൈറസിയും അതൊക്കെ കാരണം there are a lot of reasons why people can justify their presence here. Admiral KB Singh, the Navy chief, in a recent podcast said that there are at any given point in time at least 15 conventional submarines in the Indian Ocean. And you can't imagine how many nuclear submarines would be there. These are conventional submarines. Okay, now because they don't go out very far. Admiral KB Singh must be is a credible source. അപ്പോൾ the thing is that in the Navy when we fight, നമുക്ക് ന്യൂട്രൽസ് എന്നൊരു പ്രശ്നമുണ്ട്. യു ആർ നോട്ട് ഷുവർ whom you are hitting. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് there are methods like what the British did in Falklands. They did something called a maritime exclusion zone. They declared beyond this period 200 miles around Falklands everybody clear off. After 48 hours we'll attack anybody who's there. Then they expanded it to 500, make it initially maritime exclusion zone. Then they said total exclusion zone. That is when they sunk a ship called Belgrano, General Belgrano. They sunk it, right? So we can, when you're getting serious, you declare, okay, in this area we are in conflict with Pakistan, so please clear off from here. We'll give you time. After that, if you're found there, then don't blame us, because we are in a fight, you see. Angane. So there are various methods to do this. And the Navy currently has the capability. It's not that we don't have the capability. And they have this disadvantage of geography. And a bit of maybe unacceptability from the army. അത് കൂടി വന്നാൽ നിങ്ങൾ
ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, തല്ല് വാങ്ങിക്കരുത് ഒരു അപ്രോച്ച് അവരുടെ നേവിയോട് കൊടുക്കും എന്നാണ് നമ്മളുടെ ബിലീഫ്. അപ്പോൾ അത് കാരണം അവർ ഡിഫെൻസീവ് ഫോഴ്സായിട്ട് മാത്രം അടി വാങ്ങിക്കാതിരിക്കുക എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ ഞാൻ കെഷൂർ തന്നെ പറഞ്ഞ വേറെ സെൻറ്റൻസ് ഞാൻ പറയാം. ഇത് ഈ എപ്പോഴും ഒരു നമ്മൾ ജയിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾ, ഒരു വീക്കർ ഫോഴ്സിനെ ഇടയ്ക്ക് ഒരടി തന്നാൽ മതി എവിടെയെങ്കിലും, അവർക്കത് വിക്ടറിയായിട്ട് ക്ലെയിം ചെയ്യാം. മൈക്ക് ടൈസനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി, പക്ഷേ അതിന് പറയാം, ജീവിതകാലം വേണം പറയാം, മൈക്ക് ടൈസനെ ഒരു ഡി അടിച്ചു. സോ ഐ റിമെമ്പർ കെഷ്ണൂർസ് എക്സാമ്പിൾ ഓഫ് ദ ബോളർ ഹാസ് ടു ടേക്ക് 1 wicket ഓൺലി, ദ ബാറ്റ്സ്മാൻ ഹാസ് ടു കീപ് ഫൈറ്റിംഗ് എവറി ബോൾ. സോ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. സോ ലിമിറ്റഡ് ഒഫൻസീവ് എന്ന് പറയും. പക്ഷേ അവിടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് സ്റ്റാമിന മാറ്റേഴ്സ്. ദിസ് ഒരടി രണ്ടടി കൊണ്ട് ഡസൻ പ്രൂവ് എനിത്തിങ്. നമ്മൾ യു ടു ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ യു നീഡ് എക്കണോമിക് പവർ, അതിന് പൈസ വേണം. നോ, സോ യു കണ്ടിന്യൂ ഫൈറ്റിംഗ് ഓക്കെ, കീപ് കമ്മിങ്. അത് ഐ തിങ്ക് ഡെഫിനറ്റ്ലി വി ഹാവ് ദി എഡ്ജ് ഇൻ ദാറ്റ്.